കാൻ ചലച്ചിത്രമേളയിലും പലസ്തീന് ഐക്യദാർഢ്യം. അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാവ് യൂജിൻ ജാരക്കിയുടെ ദിസ് കിസ് ബില്യൺ ഡോളർ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ പ്രചരണാർത്ഥമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഗാസയിൽ നടത്തുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ചാണ് വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് കാനിലെത്തുന്നത്. 2023 മുതൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനിലെ 5 വയസ്സിന് താഴെയുള്ള 4986 കുട്ടികളുടെ പേരുകളാണ് ടീഷർട്ടിൽ അച്ചടിച്ചിട്ടുള്ളത്. ടീഷർട്ടിന് പിന്നിൽ സ്റ്റോപ്പ് ഇസ്രായേൽ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഗാസയിൽ നടക്കുന്ന വംശഹത്യയെക്കുറിച്ച് അദ്ദേഹം വേദിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം 48 മണിക്കൂറിനുള്ളിൽ അടിയന്തര മാനുഷിക സഹായം എത്തിയില്ലെങ്കിൽ ഗാസയിൽ 14,000-ഓളം കുഞ്ഞുങ്ങൾ മരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാർച്ച് ആദ്യം മുതൽ ഇതുവരെ കുറഞ്ഞത് 57 കുട്ടികളെങ്കിലും ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിലെ 93% കുട്ടികളും പട്ടിണിയുടെ ഭീഷണിയിലാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായമുള്ള ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷനും വിലയിരുത്തുന്നുണ്ട്.